സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരും രാധികയോട് ചോദിക്കണേ, അല്ല താൻ എന്നെ മുമ്പ് പറഞ്ഞു പറ്റിച്ചതുപോലെ പറ്റിക്കൊന്നുമല്ലല്ലോ, സത്യം തന്നെയല്ലേ? എൻ്റെ വരുൺ, സത്യം തന്നെ ഞാനീ പറയുന്നത്. അവർ രണ്ടാളോടൊന്ന് പോയി. അത് കേൾക്കുമ്പോഴത്തും വരുൺ സന്തോഷത്തോടെ മുത്തശ്ശിയെടുത്ത് വട്ടം ചുറ്റിക്കുകയും മുത്തശ്ശിയുടെ നെറ്റിലും ഓടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം രാധികേനെയും കൈകളിൽ കോരിയെടുത്ത് കറക്കുവാൻ കേട്ടോ. അവർ രണ്ടുപേരും ഇവിടെ നിന്ന് പോയി എന്നറിഞ്ഞപ്പോൾ തന്നെ മനസ്സിൽ എന്തൊരു സമാധാനം. ഈ സമയം ജയഭാരതമ്മ പറയുന്നുണ്ട്, പിന്നെ രാധിക മോള് ഏതൊക്കെ കുറേ അമ്പലത്തിൽ കുറേ നേർച്ചയും വഴിപാടൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി എല്ലാം കൃത്യമായിട്ട് തന്നെ അങ്ങ് ചെയ്തേക്കണം കേട്ടല്ലോ രണ്ടാളും കൂടി. അന്നേരം വരുൺ പറയണേ, ഒന്നോ രണ്ടോ അല്ല, എല്ലാ വഴിപാടുകളും അങ്ങ് ചെയ്തേക്കാം. അത്രയും വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അങ്ങനെ സുകുമാരി അമ്മ ഇല്ലാത്ത കണിമംഗലം, പ്രിയങ്ക ഇല്ലാത്ത കണിമംഗലം. ഇനിയാണ് മനുഷ്യന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. രണ്ട് ശല്യങ്ങളും ഒരുമിച്ച് അങ്ങ് ഒഴിവായി പോയല്ലോ. ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതെ, നമുക്ക് എന്താണെങ്കിലും ഒരു കാര്യം ചെയ്യാം. ഇതിൻ്റെ സന്തോഷത്തിൽ നമുക്ക് ഇപ്പം തന്നെ ഒന്ന് പുറത്തേക്ക് പോകാം. പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാം. മുത്തശ്ശി വേഗം റെഡിയായിട്ട് പോവാം. അന്നേരം മുത്തശ്ശി പറയണേ, ഞാനില്ല, നിങ്ങൾ രണ്ടാളും കൂടി പോയാൽ മതി. അങ്ങനെ പറയല്ലേ മുത്തശ്ശി? മുത്തശ്ശിയിലെ എല്ലാത്തിൻ്റെ മേസ്ത്രി. അപ്പോൾ മുത്തശ്ശിയില്ലാതെ ഞങ്ങൾ എങ്ങനെ ഒറ്റയ്ക്ക് സന്തോഷിക്കുന്നത്? മുത്തശ്ശി കൂടി വന്നേ പറ്റൂ. അന്നേരം രാധിക നിർബന്ധിക്കുവാണ്. ഈ സമയം ജയഭാരതിയമ്മ പറയണേ, നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ഫുഡ് നീ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി. നിങ്ങൾ രണ്ടാളും കൂടി ചെന്നാൽ മതി. ചെല്ലു മോളെ ചെന്ന് റെഡിയായിട്ട് വാ. അങ്ങനെ രാധിക പോയി റെഡിയാക്കിയ ചെയ്യാൻ കേട്ടോ. ഇതേ സമയം കാണിക്കുന്നത് ഗൗതത്തിൻ്റെയും സിഐയുടെയും അടുത്ത് എത്തിയിരിക്കുന്ന സുകുമാരി അമ്മേനെയും പ്രിയങ്കേനെയാണ് കേട്ടോ. ഈ സമയം കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഗൗതം ദേഷ്യപ്പെടുക. എത്ര കഷ്ടപ്പെട്ടാണ് നിങ്ങളവിടെ കയറ്റിയത്. നിങ്ങൾ പ്രിയങ്ക ഗർഭിണിയാണെന്നുള്ള കാര്യം വെച്ച് അവിടെ മര്യാദക്ക് ഒതുങ്ങി നിന്നാൽ പോരായിരുന്നു. നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോണ്ടല്ലേ കാര്യങ്ങളെല്ലാം ഇങ്ങനെയത്. അമ്മേനെ വിളിച്ചു പറഞ്ഞു നിങ്ങളവിടെ കാണിച്ചു കൂട്ടിയതെല്ലാം. അന്നേരം സുകുമാരി പറയണേ, അതിന് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലല്ലോ. ഈ മനസ്സിന് സുഖമില്ലാത്ത ഈ കൊച്ചിനെ അവിടെ ആരും പരിഗണിക്കാത്തത് കണ്ടപ്പോൾ ഞാൻ ശബ്ദം ഉയർത്തി സംസാരിച്ചു. അല്ലാതെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റുള്ളത്? നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞതാ. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും അവിടെ തിരിച്ചു കയറണം. എന്താണെങ്കിലും അവിടെ നിന്ന് ഇറക്കി വിട്ടിയ സ്ഥിതിക്ക് ഇനി ആറ്റുവേശ്വരിലേക്ക് ഒന്നും കയറി ചെല്ലാൻ പറ്റില്ല. ദേവൻ ഞങ്ങളെ അടിച്ചിറക്കും, അതുറപ്പാണ്. CA സാറേ, എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കുന്നേ. ഈ സമയം CA പറയണേ, ഞാൻ ആ ഡോക്ടറെ വിളിച്ചിരുന്നു. അവർ ഈ കാര്യത്തിൻ്റെ പേരിൽ അവർക്ക് അവിടെ നിന്ന് ജോലി വരെ നഷ്ടപ്പെട്ടു. നിങ്ങളെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഇതുപോലെ ഓരോ മുടക്കുകളും കഷ്ടപ്പാടുകളൊക്കെയാണ് മുമ്പിലുള്ളത്. സാറേ, അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ കഴിയുകയില്ലേ? ഞങ്ങൾക്ക് സഹായം ചോദിക്കാൻ ഇപ്പോൾ സാറിൽ ഗൗതം മോനും അല്ലാതെ വേറെ ആരുമില്ല. ഈ സമയം ഗൗതം ആലോചിച്ചിട്ട് പറയണേ, എൻ്റെ തലയിലേക്ക് ഇപ്പോൾ ഒരു ഐഡിയ വരുന്നില്ല. സാറിന് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? എടോ, എൻ്റെ കാര്യം എനിക്കറിയാലോ. എൻ്റെ സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് നാളെ ഞാൻ സർവീസിലേക്ക് തിരിച്ചു കയറാനിരിക്കുകയാണ്. ആ ഇടയ്ക്ക് ഇതുപോലുള്ള വള്ളിക്കെട്ട് കേസുകളൊന്നും തലയിലെടുത്ത് വെക്കാൻ പറ്റില്ല. ഇനി ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ജോലിയെ തന്നെയാണ് ബാധിക്കാൻ പോകുന്നത്. അന്നേരം ഗൗതം പറയണേ, സാറെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? സാർ മാത്രമല്ലല്ലോ തിരിച്ചു കയറാനായിട്ട് കഷ്ടപ്പെട്ടത്. അതിൻ്റെ പിന്നിൽ എൻ്റെ അച്ഛൻ്റെ കുറേ കഷ്ടപ്പാടുകളും കൂടിയുണ്ട്. അത് മറന്നുകൊണ്ട് സാർ പെരുമാറരുത്. എടോ ഗൗതം, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ നിന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാണെങ്കിലും ഒരു കാര്യം ചെയ്യും. ഈ പ്രിയങ്കയുടെയും വരൻ്റെയും വിവാഹം കഴിഞ്ഞതോ അമ്പലത്തിൽ വെച്ചാണെന്നല്ലേ പറഞ്ഞത്? ആ അമ്പലത്തിൽ നിന്നും ഇവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി കൊണ്ടുപോകാം. അത് വെച്ച് നമുക്കൊരു കളി കളിക്കാം. സർവീസിൽ കയറി കഴിഞ്ഞാൽ ആ കാര്യം ഉപയോഗിച്ച് പ്രിയങ്കയുടെ കാര്യത്തിന് ഞാനൊരു പരിഹാരം കണ്ടെത്തി തരാം. എന്താ, അതുപോലെ? ഈ സമയം പ്രിയങ്ക വീട് കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അതുകൊണ്ട് CA ചോദിക്കണേ, അല്ല ഇവൾ ഇതുവരെ നേരെയായില്ലേ? ഇല്ലെന്നേ, പാവം എൻ്റെ കുട്ടി. അവളിനി ഒരിക്കലും പഴയ പ്രിയങ്കയായിട്ട് മാറില്ലെന്നാണ് തോന്നുന്നത്. ജീവിതാവസാനം വരെ അവൾ ഇതുപോലെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി സങ്കടം അഭിനയിക്കുവാണ്. എന്നിട്ട് പറയണേ, അല്ല സാറേ, ഞങ്ങളിപ്പോൾ എങ്ങോട്ട് പോകും? ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങി വിട്ട അവസ്ഥയാണല്ലോ. കയറി ചെല്ലാൻ ഒരു സ്ഥലം പോലും ഇല്ല. എങ്ങനെയെങ്കിലും കണിമംഗലത്തേക്ക് തിരിച്ചു കയറാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി തരുമോ സാറേ? നമുക്ക് നോക്കാം. ആദ്യം ഒന്നാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടട്ടെ. പിന്നീട് കാണിക്കുന്നത് കാരണം പൊയ്ക്കൊണ്ടിരിക്കുന്ന രാധികേനെയും വരുണിനെയാണ് കേട്ടോ. ഈ സമയം വരുണാണെങ്കിൽ ഒത്തിരി സന്തോഷത്തിലാണ്. രാധിക എന്തൊക്കെ ആലോചിച്ചിരിക്കുവാണ് കേട്ടോ. അതുകൊണ്ട് വരുൺ ചോദിക്കണേ, എടാ എന്തായത്? നമ്മൾ രണ്ടാളും കൂടി പുറത്തു പോയെന്ന് സന്തോഷിക്കാൻ വേണ്ടിയല്ലേ പോകുന്നത്? താൻ എന്തെങ്കിലും ഗ്ലൂമിയായിട്ട് നിൽക്കുന്നത്? അനിയത്തി വീട് വിട്ട് പോയതിൻ്റെ സങ്കടത്തിലാണോ? പ്രിയങ്ക വീട് വിട്ട് പോയതിൽ എനിക്കൊരു സങ്കടമില്ല. ഞാൻ ഓർക്കുന്നത് വരുണിനെ കുറിച്ചായിരുന്നു. എന്നെക്കുറിച്ചോ? എന്തു പറ്റി? അതല്ല, എന്നെ താലി കെട്ടിയോണ്ടല്ലേ വരുണിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടി വന്നത്. ഞാൻ വരുണിൻ്റെ കൂടെ കൂടിയത് കാരണമല്ലേ വരുണും വരുണിൻ്റെ കുടുംബത്തിലും ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ നാണം കെട്ടി നിൽക്കേണ്ടി വന്നത്. ഞാൻ വന്നത് കാരണം വരുണിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായി. ഈ സമയം വരുൺ പറയണേ, അത് ശരിയാണ്. താൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് കാരണോ അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഒരു ചെറിയ ഭാഗം എനിക്ക് കിട്ടാനിരുന്നത് നഷ്ടപ്പെട്ടു പോയതും മാത്രമല്ല ഓസ്ട്രേലിയൻ ഇലക്ഷനിലെ സ്ഥാനവും നഷ്ടപ്പെട്ടില്ലേ? അങ്ങനെ വരുൺ തമാശ രൂപേണ ഓരോന്നൊക്കെ പറയുന്നത് കണ്ട് ചിരിക്കുവാണ്ടോ രാധിക. എന്നിട്ട് പറയണേ, വരുൺ ഇങ്ങനെയൊക്കെയാണ് പറയുള്ളൂ എന്ന് എനിക്കറിയാം.
വരുണിന് ഒരിക്കലും എന്നെ വിഷമിപ്പിക്കാൻ പറ്റില്ലല്ലോ. എന്നൊക്കെ പറഞ്ഞാലും സത്യം ഇത് തന്നെയല്ലേ. ഞാൻ വന്നതിന് ശേഷമല്ലേ നിങ്ങളുടെ കുടുംബം നാട്ടുകാർക്ക് മുമ്പിൽ ഇങ്ങനെ നാണം കെട്ട് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായത്. അന്നേരം വരുൺ പറയണേ, എടോ നമ്മുടെ ജീവിതത്തിലും പല ഘട്ടങ്ങളും മാറി മാറി വരും. ആ സമയത്തൊക്കെ നമ്മൾ പല പ്രതിസന്ധികളും അഭിമുഖീകരിക്കേണ്ടി വരും. അത് താൻ കാരണമാണെന്ന് ഞാൻ പറയോ? ഒരിക്കലുമില്ല. പിന്നെ തൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ചിന്തയുണ്ട്, താനൊരു പാവപ്പെട്ടവളാണ്, ഒന്നുമില്ലാത്തവളാണ്, അങ്ങനെയുള്ള തോന്നലൊക്കെ ഉണ്ട്. അതൊക്കെ താനാദ്യം മാറ്റണം. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എന്ന് ഞാൻ തൻ്റെ കഴുത്തി താലി കെട്ടിയോ അന്ന് മുതൽ താൻ മിസ്സിസ് വരുണാണ്. ഈ വരുണിനുള്ളതെല്ലാം തനിക്കും കൂടി അവകാശപ്പെട്ടതാണ്. അപ്പം പിന്നെ താൻ എങ്ങനെയാണ് ഒന്നുമില്ലാത്തവളായി മാറുന്നത്? അതുകൊണ്ട് മേലിൽ ഇതുപോലെ വർത്താനൊന്നും പറയരുത്. പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് താൻ വാങ്ങിക്കും. എന്നാണെങ്കിലും തൽക്കാലം നമ്മുടെ മുമ്പിലുണ്ടായ 2 പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടിയല്ലോ. പിന്നെ സുകുമാരി അമ്മയുടെ പ്രിയങ്കയുടെയും കാര്യമാണ്. അവർ എന്തെങ്കിലും അടുത്ത ഒരു പ്ലാനിങ് തയ്യാറാക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് വീണ്ടും കടന്നു കയറാൻ ശ്രമിക്കും. ഈ സമയം രാധിക പറയണേ, അങ്ങനെ ഇനി അവർ വന്നാൽ ഞാൻ കയറ്റിയിട്ട് വേണ്ടേ? ഇനി പ്രിയങ്കയുടെ കഴുത്തി താലിയിട്ടത് വരുണാണെന്നും പറഞ്ഞ് അവരെങ്ങാനും വന്നാലുണ്ടല്ലോ അവരുടെ മുഖത്തേക്ക് ഞാൻ ആട്ടും. എന്നിട്ട് ഞാൻ പറയും വരുൺ എൻ്റേതാണ്, എൻ്റേത് മാത്രമാണെന്ന്. അത് കേട്ടിട്ട് വരുൺ അങ്ങ് അത്ഭുതപ്പെട്ടു പോകുമോ? എടോ തനിക്ക് ഇത്രയും ധൈര്യമൊക്കെ വന്നോ? താൻ ഇങ്ങനെയൊക്കെ പറയുമോ? പിന്നല്ലാതെ വരുൺ എൻ്റെ ഉള്ളെന്ന് പറഞ്ഞ് ആരെങ്കിലും എൻ്റെ മുമ്പിലേക്ക് വരട്ടെ, അവരോടൊക്കെ ഞാൻ ഇതുപോലെ തുറന്നടിച്ച് തന്നെ പറയും. അത്രയ്ക്ക് കടപ്പാടുണ്ട് എനിക്ക് വരുണിനോട്. അത് അങ്ങനെയെങ്കിലും ഞാൻ വീട്ടുണ്ട്. ആർക്കും എൻ്റെ വരുണിനെ ഞാൻ വിട്ടുകൊടുക്കില്ല. അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ വരുണിന് സന്തോഷമാകുവാണ്. പിന്നീട് കാണിക്കുന്നത് ഗൗതം ഉണ്ടല്ലോ ആ മാരേജ് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് സിയുടെ കൈ കൊണ്ട് കൊടുക്കുവാണ്. അങ്ങനെ ഗൗതം പറയണേ, ഈ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാൻ അത്ര ബുദ്ധിമുട്ടേണ്ടിയൊന്നും വന്നില്ല. കൊള്ളാം, ഇത് മതി. ഇത് വെച്ചിട്ട് ബാക്കി കളികൾ നമുക്ക് പ്ലാൻ ചെയ്യാം. ഈ സമയം സുകുമാരി ചോദിക്കണേ, അല്ല സാറേ, ഞങ്ങളിതുമായിട്ട് കണിമംഗലത്തേക്ക് ചെല്ലണമെന്നാണോ പറയുന്നത്? അവിടെയുള്ള എല്ലാവരും ആകെ കലിപ്പില്ല സാറേ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒറ്റക്ക് അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. അവർ ഞങ്ങളെ അടിച്ചിറക്കി ഓടിക്കും. ഈ സമയം സിഐ പറയണേ, അതിനാരും നിങ്ങളോട് അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞു? പ്ലാനൊക്കെ എന്താണെന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് പറയാം. തൽക്കാലം അതുവരെ നിങ്ങൾക്ക് താമസിക്കാനുള്ള എവിടെയെങ്കിലും ഒരു സ്ഥലം ഗൗതം അറേഞ്ച് ചെയ്ത് തരും. അന്നേരം സുകുമാരി പറയണേ, അയ്യോ അതൊന്നും പറ്റില്ല. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ താമസിക്കാൻ പറ്റുമോ? ഈ സമയം ഗൗതം പറയണേ, അതെ, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല, തെരുവിലേക്ക് ഇറങ്ങിയോ, വേറൊരിടത്തേക്കും പോകാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത്. ഈ സമയത്തായിരിക്കും കേട്ടോ സുകുമാരിയുടെ ഫോണിലേക്ക് ദേവനാ വിളിക്കുന്നത്. ഗൗതം ആ ഫോൺ വാങ്ങി സ്വിച്ച് ഓഫ് ചെയ്ത് വെക്ക്. അങ്ങനെ പറഞ്ഞ് സുകുമാരിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി സ്വിച്ച് ഓഫ് ചെയ്യുവാണ്. ഇപ്പോൾ അവർ നിങ്ങളെ കാണാത്ത കാരണം അന്വേഷിക്കുമായിരിക്കും. അവർ ടെൻഷനാവട്ടെ, എന്നിട്ട് നിങ്ങളെ തേടി അന്വേഷിച്ച് വരും. ഏയ് അവനങ്ങനത്തെ ചിന്തയൊന്നുമില്ല, അവൻ അന്വേഷിച്ച് വരാനൊന്നും പോകുന്നില്ല. അന്നേരം സിയെ പറയണേ, അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കുറ്റം ആരുടെ തലയില? കണിമംഗലത്തുള്ളവരുടെ തലയിലാവില്ലേ? ആ ടെൻഷൻ എന്താണെങ്കിലും ദേവനാരായണ തിരുമേനിക്ക് ഉണ്ടാകുമല്ലോ. അതുപോലെ കണിമംഗലംകാരും അധികം വൈകാതെ നിങ്ങളെ അന്വേഷിച്ച് ആറ്റുവാശ്ശേരിയിലെത്തും. നിങ്ങളവിടെ എത്തിയിട്ടില്ലെന്ന് കാണുമ്പോൾ അവർ നിങ്ങളെ അന്വേഷിച്ച് തുടങ്ങും. 2 കുടുംബവും നെട്ടോട്ടോടും നിങ്ങളെ കണ്ടെത്താനായിട്ട്. അതിൻ്റെ ഇടയിലേക്ക് വേണം നമ്മൾ അടുത്ത ബോംബിട്ട് കൊടുക്കാൻ. അതിലൂടെ അടുത്ത ദിവസം തന്നെ വരുൺ നേരിട്ട് വന്ന് നിങ്ങളെ കണിമംഗലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അല്ലാതെ അവന് മുമ്പിൽ വേറെ മാർഗം ഉണ്ടാവില്ല. അങ്ങനെ സിഐ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് സുകുമാരി ഗൗതത്തിനോട് ചോദിക്കണേ, അല്ല ഇങ്ങേർക്കിത് എന്ത് പറ്റി? തലക്ക് വല്ല വട്ടായി പോയോ? എൻ്റെ സാറേ ഇതൊക്കെ നടക്കുമോ എന്ന് സുകുമാരി ചോദിക്കുക. ഈ സമയം സിഐ പറയണേ, അതെ, നിങ്ങൾക്കൊരു ചിന്തയുണ്ട്, നിങ്ങൾ മാത്രമാണ് വലിയ ബുദ്ധിമുട്ടിയെന്ന്. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങളെപ്പോലെയല്ല ഞാൻ ചിന്തിക്കുന്നത്. ഈ പോലീസ് യൂണിഫോമിൻ്റെ ഉള്ളിലെ ഒരു കറ തീർന്ന ക്രിമിനലുണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് തിരിച്ചു കയറണം എന്നാണെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കുക, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. വേണ്ട സാറേ, ഞാൻ നിങ്ങൾ പറഞ്ഞതൊക്കെ അനുസരിച്ചോളാം. ഈ സമയം പ്രിയങ്ക പറയണേ, എനിക്ക് വിശക്കുന്നു. അത് കേൾക്കുന്നതും ആ സിഐ പറയണേ, ദേ ആദ്യം ഇവളോടൊന്ന് വായടിച്ചിരിക്കാൻ പറയാം. എന്താണെങ്കിലും നേരെ ഇരുട്ടുന്നത് വരെ അവർ ഈ ഒരു ടെൻഷൻ്റെ പേരിൽ ഒന്ന് പുകയട്ടെ. അതിനുശേഷം നമുക്ക് അടുത്ത ഡോസ് ഇട്ട് കൊടുക്കാം. പിന്നീട് കാണിക്കുന്നത് റെസ്റ്റോറൻറ്റിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന വരുണിനെയും രാധികനെയാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും രാധികയുടെ ഫോണിലേക്ക് ദൈവം വിളിക്കുന്നത്. ആ അച്ഛാ, എന്തായി? പ്രിയങ്കയും മുതശ്ശിയൊക്കെ തിരിച്ചെത്തിയോ? ഇല്ല മോളെ, അക്കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. മോള് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ അവർ വരുന്നതും കാത്തിരിക്കുമായിരുന്നു ഞങ്ങൾ. എന്നാൽ ഇതുവരെ എത്തിയിട്ടില്ല. എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ. അച്ഛൻ അവരുടെ ഫോണിലേക്ക് വിളിച്ചില്ലേ? വിളിച്ചു, പക്ഷേ ഫോൺ സ്വിച്ച് ഓഫാണ്. മോളിപ്പോൾ എവിടെയാ? ഞങ്ങളൊന്ന് പുറത്ത് വന്നിരിക്കുമായിരുന്നു. വരുണുണ്ടോ അരികിൽ? ആ ഉണ്ട്. മോള് വരുണൊന്ന് ഫോൺ കൊടുക്കുമോ? അങ്ങനെ രാധിക ഫോൺ വരുണ് കൊടുക്കുക. ആച്ചാ പറഞ്ഞോ. അല്ല വരുൺ, അമ്മയും പ്രിയങ്കയും മോളും ഇതുവരെ വന്നിട്ടില്ല. അമ്മയുടെ സ്വഭാവം മോനും അറിയാവുന്നതല്ലേ. തലക്ക് സ്ഥിരതയില്ലാത്ത ആ കൊച്ചിനെ കൊണ്ട് അമ്മ എന്തൊക്കെ കാണിച്ചു കൂട്ടുമോ എന്തോ അറിയില്ല. എങ്ങനെയെങ്കിലും നിങ്ങളെ മുട്ടുകുത്തിക്കണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമല്ലേ ഉള്ളൂ. അതിൻ്റെ പേരിൽ അമ്മ ഇനി വല്ല ആത്മഹത്യ ശ്രമം മറ്റോ നടത്തിയാലോ? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലും അതിൻ്റെ കുറ്റവും കണിമംഗലം കുടുംബത്തിനല്ലേ വരൂ.
അച്ഛൻ്റെ മനസ്സിൽ പേടി കൊണ്ടായി ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ സമയം വരുൺ പറയണേ, അച്ഛൻ പറയുന്നതിൽ സീരിയസ്നെസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് അന്വേഷിക്കാം, അവരെത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ ശ്രമിക്കാം, അച്ഛൻ ടെൻഷനാവണ്ട. അങ്ങനെ പറഞ്ഞ വരുൺ ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം രാധിക എന്താണെന്ന് അന്വേഷിക്കുക. അന്നേരം വരുൺ പറയണേ, തൻ്റെ അച്ഛൻ പറയുന്നതും ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ആ സുകുമാരി അമ്മ പ്രിയങ്കയും കൂട്ടി നമ്മളോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് എന്തെങ്കിലും ആത്മഹത്യ ശ്രമമോ അങ്ങനത്തെ എന്തെങ്കിലും നാടകം കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷവും നമ്മുടെ കുടുംബത്തിന് തന്നെയായിരിക്കുമല്ലോ. ഒരന്വേഷണം വന്നാൽ അകത്താകാൻ പോകുന്നത് ഞാൻ തന്നെയായിരിക്കും. അതുകൊണ്ട് എന്താണെങ്കിലും നമുക്ക് അവരൊന്ന് അന്വേഷിക്കാം, അവരെത്രയും പെട്ടെന്ന് കണ്ടെത്തി ആറ്റുവശയിൽ എത്തിക്കണം. ഈ സമയം രാധിക്കാൻ പറയണേ, ഇതിപ്പോൾ വല്ലാത്ത കഷ്ടമല്ലോ, അവരിന് നമ്മുടെ കൂടെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അച്ഛനെ വിളിക്കുകയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയോ ചെയ്യാം. അന്നേരം വരുൺ പറയണേ, എന്നാലും അവരിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലും സമാധാനം കിട്ടാത്ത അവസ്ഥയായല്ലോ താമ. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും അവിടെ നിന്ന് ഇറങ്ങുവാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ ഒരു കുളത്തിൻ്റെ മറ്റോ സൈഡിൽ മുത്തശ്ശീനെയും പ്രിയങ്കേനെയും കൂട്ടി ഗൗതമും സിയയും പിന്നെ 2-3 ആൾക്കാരും ഒക്കെ ഉണ്ടാകട്ടെ അവർക്കൊപ്പം. അവരെല്ലാവരും വന്നിരിക്കുവാണ്. ഈ സമയം സുകുമാരിയമ്മ ചോദിക്കണേ, അല്ല നിങ്ങളെന്തിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? അന്നേരം സിഐ പറയണേ, നിങ്ങൾ രണ്ടാളും ഈ പുഴയിലേക്ക് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യണം. അത് കേൾക്കുന്നതും അവർ രണ്ടുപേരും ഞെട്ടലോട് കൂടി നിൽക്കുക. അല്ല സാർ എന്തൊക്കെയാണ് പറയുന്നത്? ദശിക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങളെ കൊല്ലാനാണല്ലേ ശ്രമിക്കുന്നത്? ആഹാ, മനസ്സിലിരിപ്പ് കൊള്ളാലോ. അന്നേരം സിഐ പറയണേ, നിങ്ങൾ പറയുന്നു കേൾക്ക്, നിങ്ങൾക്ക് കണിമംഗലത്ത് തിരിച്ചു വരണ്ടേ? എൻ്റെ പൊന്നു സാറേ, നിങ്ങളുടെ ഐഡിയ ഒന്നും എനിക്ക് വേണ്ട, ഞങ്ങൾക്ക് ജീവനെ കൊത്തിയുണ്ട്, ഞങ്ങൾ വേറെ എന്തെങ്കിലും മാർഗ്ഗം നോക്കിക്കൊള്ളാം, ഞങ്ങൾ തിരിച്ചു പോകുക, വാടി മോളെ. അങ്ങനെ പറഞ്ഞ് അവർ പോകാൻ തുടങ്ങുമായിരിക്കും. അന്നേരം സിഐ പറയണേ, എടോ ഗൗതം, ഇവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഈ സമയം ഗൗതം പറയണേ, എൻ്റെ മുത്തശ്ശി ഒന്ന് നിൽക്കുക, നിങ്ങൾ രണ്ടാളും കണിമംഗലത്ത് കയറ്റാനുള്ള മാർഗ്ഗവും ഞാനീ പറയുന്നത്. നിങ്ങൾ രണ്ടാളും ഈ കായലിൻ്റെ നടുക്കത്തേക്കൊന്നും ചാടണ്ട, അറ്റത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടന്നാൽ മാത്രം മതി. ഇവർ ഞങ്ങൾ ഏർപ്പാടാക്കിയ ആളുകളാ, ഇവർ വന്ന് നിങ്ങൾ കൃത്യസമയത്ത് രക്ഷിച്ചോളും. ഇപ്പോൾ ഉണ്ടല്ലോ ആ വരുണൻ രാധികയും ആറ്റുവശയിലുള്ളവരും ഒക്കെ നിങ്ങൾ അന്വേഷിച്ച് വരക്കം വാങ്ങി നടക്കുമായിരിക്കും. എങ്ങനെയെങ്കിലും ഞങ്ങൾ വരുണൻ രാധികയും കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചോളാം. ആ സമയം ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുന്നതായിട്ടും അതുപോലെ ഇവർ രക്ഷിക്കുന്നതായിട്ടും പിന്നീട് നാട്ടുകാർ കൂടി ഒരു വലിയ പ്രശ്നം തന്നെ ഉണ്ടാക്കിക്കോളാം. അതിനിടയിൽ വരുണൻ രാധിക തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് കണിമംഗലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാർ തന്നെ പ്രശ്നം ഉണ്ടാക്കിക്കൊള്ളൂ അതിൻ്റെ പേരിൽ. എന്നാലും ഞങ്ങൾ ഈ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക എന്ന് പറഞ്ഞാൽ അതൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല. എൻ്റെ മുത്തശ്ശി, നിങ്ങൾക്ക് കണിമംഗലത്തേക്ക് കയറി പറ്റണോ? അതിനു വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇതൊക്കെ പ്ലാൻ ചെയ്തത്. പിന്നെ ഇവരെങ്ങനെ നിസ്സാരക്കാരൊന്നുമല്ല, ഇവർ നല്ലപോലെ നീന്തലൊക്കെ അറിയാവുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർ കൂടെയുള്ളപ്പോൾ നിങ്ങളൊന്നും ടെൻഷൻ ആവണ്ട. അന്നേരം സുകുമാരി അവരോട് ചോദിക്കണേ, സത്യമാണോടാ, നിങ്ങൾക്കൊക്കെ നീന്തൽ അറിയോ? പിന്നെ അല്ലാതെ ഞങ്ങൾക്ക് നല്ലപോലെ അറിയും. അന്നേരം ഈ പ്ലാനൊക്കെ കേട്ട് ചെറിയൊരു ഭയത്തോടും ടെൻഷനോട് കൂടി നിൽക്കുന്ന സുകുമാരിനെയും പ്രിയങ്കേനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്